ഓക്കെ ഓക്കെ സാർ, താങ്ക് യു സാർ. ശ്രീകുമാർ സാറ് ഒരുപാട് കാര്യങ്ങൾ തുടക്കത്തിൽ പറഞ്ഞു. അതേപോലെ നമ്മളെ ഗ്രേറ്റ് ലീഡർ അനിൽകുമാർ ദാസ് സാറ് മറ്റവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ മനോഹരമായി തന്നെ നമുക്ക് വിശദീകരിച്ചു തന്നു. താങ്ക്സ്. നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന 124 ആളുകള് വി ആർ സ്പെഷ്യൽ പീപ്പിൾ. നമ്മള് വളരെ സ്പെഷ്യലായിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. കാരണം നമ്മൾ ഇരിക്കുന്ന ഈ സമയം, അതായത് ഈ മാസം വളരെ പ്രത്യേകതയുള്ള മാസമാണ്. വരുന്ന ഒക്ടോബർ നവംബർ മാസത്തില് ക്രിപ്റ്റോ കറൻസി ഇൻഡസ്ട്രിയില് അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു സമയത്തിന്റെ തൊട്ടടുത്ത മാസത്തിലാണ് നമ്മളിങ്ങനെ ഒരു ഗാദറിംഗ് നടത്തുന്നത്. 100% പ്രൗഡായിട്ട് നമുക്ക് പറയാം, വളരെ ചങ്കൂറ്റമുള്ള ആളുകളാണ് ഇന്ന് മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. കാരണം ഇന്ന് നമ്മളെ നാട്ടില് ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ 99% ആളുകളും ഭയന്ന് പിന്മാറുമ്പോൾ വരാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു ട്രെൻഡ് മനസ്സിലാക്കി അതിന്റെ പ്രവർത്തനങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്ന ഗ്രേറ്റ് ആയിട്ടുള്ള ലീഡേഴ്സ്, പാർട്ട്നേഴ്സ്, ഫാമിലി മെമ്പേഴ്സ് ആൻഡ് ന്യൂ കമേഴ്സ് എല്ലാവരും ഈ പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ വളരെ സന്തോഷത്തിലാണ് കുറച്ച് ദിവസങ്ങളായിട്ട്. കാരണം ഞാൻ ഇൻഡസ്ട്രിയിൽ വന്ന സമയത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഏകദേശം ഒരു 2030 കൂടിയാണ് ഇതിനൊക്കെ ഒരു റെഗുലേഷൻ വരുവാന്നില്ല. എന്നെ സംബന്ധിച്ച് വളരെ ടെൻഷൻ പിടിച്ചൊരു കാര്യമായിരുന്നു. കാരണം ആളുകൾക്ക് ക്രിപ്റ്റോ കറൻസി മനസ്സിലാക്കി നമ്മൾ എന്തൊക്കെ കൊടുത്താലും 99% വിപണിയിൽ അല്ലെ മാർക്കറ്റിൽ അതിനെ കുറിച്ചിട്ട് അറിയാത്ത ആളുകളാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ ബിസിനസ് ചെയ്യാൻ തീരുമാനം എടുത്താൽ പോലും അദ്ദേഹം നെഗറ്റീവായിട്ട് ഇത് വേണ്ട, എന്റെ ഫാമിലിക്ക് നാളെ പ്രശ്നങ്ങളുണ്ടാവും, എനിക്ക് പ്രശ്നങ്ങളുണ്ടാവും, നിയമപരമായിട്ടുള്ള ചില കുരുക്കുകൾ എനിക്ക് വരാന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടാവും. സുഹൃത്തുക്കളെ, അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം എല്ലാ മീഡിയയിലും വന്നാണ്, ഗ്ലോബൽ ആയിട്ടുള്ള ബിസിനസ് ചാനൽ മൊത്തം ലൈവായിട്ട് കാണിച്ചൊരു പ്രോഗ്രാമാണ്. അമേരിക്കന്റെ പ്രസിഡന്റായിട്ട് ഇലക്ഷൻ നിൽക്കാൻ പോകുന്ന, അല്ലെ അമേരിക്കന്റെ പ്രസിഡന്റായിട്ട് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് മീഡിയാസ് ഒക്കെ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ്, അദ്ദേഹം ഓപ്പൺ ആയിട്ട് ക്രിപ്റ്റോ കറൻസിയുടെ പേയ്മെന്റ് നടത്തിയിരിക്കുന്നു. മാത്രമല്ല അദ്ദേഹം ഒരു അനൗൺസ്മെന്റ് കൂടി ചെയ്തു. കാരണം ഒക്ടോബറിൽ അദ്ദേഹത്തിന്റെ ഫാമിലി, ഡൊണാൾഡ് ട്രംപ് അയാളുടെ മകനും കൂടി ഒരു ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം ഓപ്പൺ ചെയ്യാൻ പോകുന്നു. അതിന്റെ പേരും അദ്ദേഹം അനൗൺസ് ചെയ്തു, വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ ഇന്റർനാഷണൽ എന്ന് പറഞ്ഞ ഒരു വലിയൊരു പ്രോഗ്രാമിന് അദ്ദേഹം തുടക്കം. NFT-യിലൊക്കെ നേരത്തെ മുതൽ അദ്ദേഹം ഉണ്ട്, പക്ഷെ അയാൾ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ 2-3 ദിവസം മുമ്പാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു കാര്യമാണ്. കാരണം ലോകത്തിലെ പ്രഥമ പൗരനായിട്ടുള്ള ഒരാള് ക്രിപ്റ്റോ കറൻസി അംഗീകരിക്കുകയും അത് വെച്ച് കാര്യങ്ങൾ നടത്തുന്നത് കണ്ടു കഴിഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അതുപോലെ ലോകത്തിലെ എല്ലാ ഉദ്യോഗസ്ഥന്മാര്, പ്രത്യേകിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. കാരണം എന്താ, അവർക്ക് ഇന്ന് വരെ ഇതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും അറിയില്ല. നമുക്കറിയാം, കഴിഞ്ഞ ഓരോ കാലഘട്ടത്തിൽ ഇങ്ങനെയായിട്ട് ബന്ധപ്പെട്ട ന്യൂസുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അറിയാം, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിരിക്കുന്ന ആളുകൾ ഇതിനെക്കുറിച്ച് അറിവില്ലാത്ത ആളുകളാണ്. അപ്പൊ നമ്മൾ വെരി വെരി ലക്കി പേഴ്സൺ ആണ്. കാരണം നമുക്ക് എന്താണ് ക്രിപ്റ്റോ കറൻസി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു, അതിന്റെ ഫ്യൂച്ചർ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മുടെ മുമ്പിലുള്ള ചാലഞ്ച് എന്താണ്? നമ്മുടെ മുമ്പിൽ വലിയൊരു ചാലഞ്ചും ഈ സമയത്ത് വരാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഇതൊരു അവസരമാണ്. എന്തിനുള്ള അവസരമാണ്? ഫേക്ക് കമ്പനികൾക്ക് വരാനുള്ള ഒരു അവസരം കൂടിയാണ്. ഫേക്ക് കമ്പനികൾ ധാരാളം വരും. ഒരു സ്റ്റഡി പറയുന്ന, അടുത്ത ക്രിപ്റ്റോ ഇൻഡസ്ട്രിയിൽ ഒരു സ്റ്റഡി, ഒരു വാർണിംഗ് നമുക്ക് തന്നിട്ടുണ്ട്. എന്താ അറിയോ? വരുന്ന ഒക്ടോബറിന് ശേഷം ഒരു മാസം ശരാശരി 300-ലധികം ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റിൽ വരാൻ പോകുന്നു. എന്ന് വെച്ചാൽ ഒരു വർഷത്തിനകം 4000 ക്രിപ്റ്റോ കറൻസികൾ ഈ മാർക്കറ്റിലേക്ക് വരാൻ പോകുന്നു. അപ്പൊ നമ്മളെ PVC മറ്റെന്തായിരിക്കും അവസ്ഥ? 4000 ക്രിപ്റ്റോ കറൻസിയോട് നമ്മൾ മത്സരിക്കണ്ടേ? പുതിയതായിട്ട് വന്ന 4000 കമ്പനികളോട് നമ്മൾ മത്സരിക്കണം. അവിടെയാണ് നമ്മൾ ലക്കിയാണ്. കാരണം നമ്മൾ തെരഞ്ഞെടുത്തിരിക്കുന്ന ക്രിപ്റ്റോ കറൻസി കമ്പനി അല്ലെങ്കിൽ പ്രസ്ഥാനം അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ടോക്കൺ ലോകത്തിലെ ഏറ്റവും നമ്പർ 1 ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്ന് വന്നാണ്. ഇപ്പൊ നമുക്കറിയാം, ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ തരാം. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം,
മെറ്റ ആർമി 100% സക്സസ് ഗ്യാരണ്ടീഡ് എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഗ്യാരണ്ടീഡ് ആണ്, സംശയമില്ല. ടൈം എടുത്തിട്ടുണ്ടാവും, പക്ഷെ ഗ്യാരണ്ടീഡ് ആണ്. കാരണം അതിന്റെ ലീഡേഴ്സ് എടുത്ത തീരുമാനം, അതുപോലെയുള്ള ലീഡേഴ്സ് ആണ് മെറ്റ ആർമിയുടെ പിന്നിലുള്ളത്. ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസി വർക്ക് ചെയ്യുന്നവർ മാത്രമല്ല, ഒരുപാട് മേഖലയിലുള്ള ടെക്നീഷ്യന്മാരടക്കമുള്ള ഒരു ഗ്രൂപ്പാണ് മെറ്റ ആർമിയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സക്സസ് ഗ്യാരണ്ടീഡ് ആണ്. നമ്മള് ഇപ്പൊ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ഇന്നിപ്പോ ചർച്ച ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത് ഒരു മാസം 300 ക്രിപ്റ്റോ കറൻസി, അതായത് ഏകദേശം 4000 ക്രിപ്റ്റോ കറൻസിയോട് വരുന്ന ഒരു വർഷത്തിൽ നമ്മൾ മത്സരിക്കേണ്ടിയിരിക്കുന്നു. ഇത് വലിയൊരു ചാലഞ്ചാണ്. അതുകൊണ്ട് എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക? നമ്മൾ കൃത്യമായും ക്രിപ്റ്റോ കറൻസിനെ കുറിച്ചും ഈ നമ്മുടെ കോയിനെ കുറിച്ചും കൃത്യമായി മനസ്സിലാക്കുക. എല്ലാ ക്ലാസ്സിലും പങ്കെടുക്കുക. കാരണം എന്തറിയോ, മാർക്കറ്റിലുള്ള ആള് പേൾവേനെയും കാട്ടി ബെറ്റർ, PVCനെയും കാട്ടി ബെറ്റർ, ഒരു ദിവസം നിങ്ങൾക്ക് 2.0 അല്ല, നിങ്ങൾക്ക് 3% ഡെയിലി കിട്ടുമെന്ന് പറഞ്ഞ് നിങ്ങളെ സമീപിക്കാൻ സാധ്യതയുണ്ട്. തുടങ്ങി കഴിഞ്ഞത് വേണം സുഹൃത്തുക്കളെ. കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ലിങ്കുകൾ നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട് സുഹൃത്തുക്കളെ. അബദ്ധം കാണിക്കാതിരിക്കുക. ഞാൻ കഴിഞ്ഞ 1.5 വർഷം 2 വർഷമായിട്ട് എന്റെ സഹോദരങ്ങളായിട്ടുള്ള എന്റെ വേണ്ടപ്പെട്ട ആളുകൾ പല ആളും എന്നോട് പല ക്രിപ്റ്റോ കറൻസിനെ കുറിച്ച് ചോദിച്ചപ്പോഴും എനിക്ക് ലിങ്ക് അയച്ചു തന്നു. ഞാൻ അവരോട് ഞാൻ വളരെ സഹോദരനെ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ദയവായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യത്തിൽ പോയി പെട്ടുപോകരുത്, നിങ്ങളെ പൈസ നഷ്ടപ്പെടും എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവര് വിചാരിക്കുന്നത് അശോകൻ പേൾവേന്റെ ആളാണ്, PVC മറ്റൊരാളായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന പറഞ്ഞ് അവർ പല ആള് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, പല ബിസിനസ്സിലും പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു. ഇനിയും അതിന്റെ 100 ഇരട്ടി ശക്തിയോടുകൂടി നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന പല കമ്പനികളും പല ഓഫറുകളും നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്ന സുഹൃത്തുക്കളെ. വളരെ അലർട്ടായിരിക്കും.